ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മാൻ്റെ വകയാണ് കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണ് ഉമ്മ അടുക്കളയിലേക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട് കയറുന്നത്. അപ്പം മക്കളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തോ വലിയ സാധനമാണെന്നല്ല, സിമ്പിളായിട്ടുള്ളൊരു പച്ചരി കൊണ്ടുള്ള ഉപ്മാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉമ്മയാണ് കുക്ക് ചെയ്തത്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറണ്ട് വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാരണം മിക്സിയിലിട്ട് കറക്കാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉപ്മാവൊക്കെ റെഡിയായി ഞങ്ങളൊക്കെ കഴിക്കാനിട്ട്. എന്നിപ്പോൾ എല്ലാവർക്കും ഒരു ടയേർഡ് ഉണ്ട്. എന്താ വെച്ചാൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചൂടെടുത്തിട്ട് ഇങ്ങോട്ട് ഇടങ്ങാറായി. ഇന്നിപ്പോൾ രാവിലെ മഴച്ചാറിലും കാര്യങ്ങളൊന്നുമില്ല. ഉമ്മ ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് അറിയില്ല, ഉപ്മാവ് കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തിന്നിട്ട് നേരെ ടെറസിൻ്റെ മേലേക്ക് പോയിട്ടോ. ഇന്ന് വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല, കുറച്ച് വൈറ്റമിൻ ഡി കിട്ടിക്കോട്ടെ എന്ന് കരുതി. കുറച്ചൊക്കെ വെയിലും കൊള്ളണം. അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരാനുണ്ടായിരുന്നു. തെങ്ങിൻ്റെ പട്ടൊക്കെ വീണിട്ടില്ലേ, ടെറസൊക്കെ ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളമൊന്നും വീഴില്ല, ബ്ലോക്ക് ആയിക്കാണ്. അപ്പോൾ ആ ബ്ലോക്കൊക്കെ മാറ്റി കരടൊക്കെ എടുത്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതി. റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെറസിൻ്റെ മേലെ നേരെ കാണും കേട്ടോ. അപ്പോൾ ആകെ കച്ചറയുമ്പോൾ ഒരു വൃത്തിയേടല്ലേ എന്ന് കരുതിയിട്ട് കുറേ ദിവസമായി ഇത് വിചാരിക്കുന്നു. പക്ഷേ വിചാരിക്കുന്നൊന്നും വിചാരിക്കുമ്പോൾ തന്നെ നടക്കണമെന്നില്ല. എന്തായാലും ഒരു ടൈം എടുത്തിട്ടല്ലേ നടക്കുള്ളൂ. അപ്പോൾ അത് മൊത്തത്തിൽ അടിച്ച് വാരി ഫുള്ള് കരടും പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് താഴത്തേക്ക് എത്തിക്കാൻ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ ഒരു ബക്കറ്റ് കൊടുത്തിട്ട് അതിലേക്ക് വാരി ഇട്ടു, താഴെ കൊണ്ടുപോയി കൊട്ടി. ഇവിടെ ഒരാളെ പെയിന്റ് അടിക്കാൻ പഠിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ബ്രഷിൽ മുക്കിയ പെയിന്റും ബ്രഷൊക്കെ കാണുമ്പോഴേ എന്തൊക്കെ ഇപ്പം ഇതെന്ന് അറിയായിട്ടൊരു സ്വസ്ഥതക്കേടുണ്ട്. അപ്പം കാക്ക മെല്ലെ വിളിച്ചിട്ടില്ലേ അതിങ്ങനെ അടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓനത് അടിക്കണ കാണാൻ വേണ്ടിയിട്ടും എന്നെ വിളിച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എനിക്ക് ഉപ്പുമാവ് വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെയാണ് നടക്കുന്നത്. ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്താണ് കേട്ടോ പെയിന്റ് അടിക്കണത്. 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ പെയിന്റ് അടി കഴിയും, വീടിരിക്കലാണ്. അപ്പോൾ കാക്ക അതിൻ്റെ ഒരു തിരക്കിലാണ്. എന്താ പറയുക, അതുകൊണ്ടാണ് ഡ്രസ്സൊക്കെ ഇങ്ങനെ, ഡ്രസ്സല്ലേ കാക്കൻ്റെ ഡ്രസ്സ്. അങ്ങനെയല്ലേ, ഉപ്പുമാവ് ഏതാണ്ട് കുറച്ചൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം രാവിലെ വല്ലാതെ ഒന്നും കഴിക്കണില്ല, എന്താ അറിയില്ല. ഇനിയിപ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഞാൻ കൊടുത്തു നോക്കും, കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ തിന്നും, അല്ല ഇപ്പം എന്താ ചെയ്യുക. അങ്ങനെ അവിടെ നിന്നിട്ടില്ലേ കയ്യിലൊക്കെ പെയിൻ്റാക്കിയപ്പോൾ അതോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കൊണ്ടുപോയി കഴുകി കൊടുത്തു കേട്ടോ. ഇന്നിപ്പോൾ എന്നത്തെയും പോലെ തന്നെ എല്ലാവർക്കും പണിയൊക്കെയാണ്. അതുകൊണ്ട് അർഷാക്ക് പണിക്ക് പോണ തിരക്കിലാണ് രാവിലെ. അപ്പോൾ ഞാൻ റേഷൻ കടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ എല്ലാ സാധനങ്ങളും ഏൽപ്പിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ രാവിലെ പോകുമ്പോഴാണ് ഇത് കൊടുക്കുക, ഉച്ചയ്ക്ക് വരുമ്പോൾ കൊണ്ടുവരും, അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടില്ലേ ഒരു ഗൂഡ്സിൽ പൂളക്കിഴങ്ങ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പേര് കേട്ടപ്പോൾ എനിക്ക് കഴിക്കണം തോന്നി, അങ്ങനെ കുറച്ച് വാങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. അതൊക്കെ പിന്നെ വൈകുന്നേരം ചായക്ക് പുഴുങ്ങാന്നൊക്കെ കരുതിട്ടോ. ഹൈസിനാണെങ്കിൽ അത് കൊണ്ടുപോകണം എന്നുള്ളൊരു വാശി. എന്നാൽ പിന്നെ കൊണ്ടോട്ടെ എന്ന് ഞാനും കരുതി. ഓനാണ് അത് വലിച്ചു കൊണ്ടുപോയി അടുക്കളയിലിട്ടത്. ഇന്ന് ചോറ് വെക്കാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. കറണ്ടാണെങ്കിൽ ഇടയ്ക്ക് വരും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നു. ചിലപ്പോൾ നല്ല മടിയാണ്, ഇരുന്നോട്ട് നീക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാവും. ഇന്ന് ലഞ്ചിന് കയ്പക്കുപ്പേരിയാണ്, അത് സൈഡിൽ കൂടെ ഞാൻ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. കറി എന്താ ഉണ്ടാക്കാന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യം ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ കുക്കിംഗ് ആണ് ഇപ്പോൾ. ഇനി കഴിഞ്ഞൊരു വീഡിയോയിലല്ലേ നമ്മളെ ഒരു റൂമല്ലേ ഉള്ളൂ, എല്ലാവരും എവിടെ കിടക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കും. ഒരു റൂമും ഒരു ഹാളും ഉണ്ട്. ഞങ്ങൾ റൂമുണ്ടെങ്കിലും ഹാളിലാണ് അധികം കിടക്കാറ്. കാരണം മക്കൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത് തന്നെ കിടക്കണം. അപ്പോൾ എല്ലാവർക്കും കൂടെ റൂമിൽ കിടക്കാൻ പറ്റില്ല, അല്ല ബെഡിൽ കിടക്കാൻ പറ്റില്ല. അപ്പോൾ താഴെ കുട്ടികളെ കിടത്തണം, അപ്പോൾ ഓർക്ക് അതും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഹാളിൽ ഒന്നിച്ച് അങ്ങോട്ട് കിടക്കുക ചെയ്യുക. അപ്പോൾ പിന്നെ എല്ലാവർക്കും എല്ലാവരുടെ അടുത്തും കിടക്കാമല്ലോ എന്ന് കരുതി. ഈ മക്കളെ മാറ്റി കിടത്തുക എന്നുള്ള പരിപാടി അത്രയ്ക്ക് പോസിബിൾ അല്ല ഇവിടെ. കാര്യം എന്താ വെച്ചാലില്ലേ, ഒക്കെ പേടിത്തൊണ്ടന്മാരാണ്. ഒന്നുറങ്ങി എണീറ്റാ കരയണവരും പേടിച്ച് നിലവിളിക്കുന്നവരുമായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ എല്ലാവരും അടുത്ത് തന്നെ കിടത്താവും നല്ലത്. അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മൾ കിടക്കാറ്. അപ്പോൾ കിടക്കണമെന്ന് വലിയൊരു സീനല്ല. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഉപ്പേരി അടുപ്പത്തായിട്ടുണ്ട്. ഞാൻ എന്തോ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, എന്തോ ഒരു ഓർമ്മയില്ലാതെ. സാധാരണ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല, നമ്മൾ എണ്ണയിൽ തന്നെ അങ്ങനെ ഇട്ടിട്ട് വേവിക്കാറാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറിന്ന് റൈസ് കുക്കറൊക്കെ ഇറക്കി വെച്ചു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അടുപ്പ് കത്തിക്കാത്തതെന്നുള്ളത്. അടുപ്പ് കത്തിച്ചിട്ട് ഇപ്പോൾ ഞാൻ ചോറാണ് ആദ്യം വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചോറ് റൈസ് കുക്കറിലായതുകൊണ്ട് അടുപ്പിൻ്റെ ഒരു വലിയൊരു ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാമല്ലോ. പിന്നെ അടുപ്പിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എല്ലാ സാധനവും സെറ്റ് ചെയ്ത് വെക്കണം, പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനുള്ളൊരു അവസ്ഥ എനിക്കില്ല കേട്ടോ. കാരണം ഐസ് ഉള്ളതുകൊണ്ട് എപ്പോഴാണ് എന്താണെന്ന് അറിയില്ല, പല ടൈമിലാണ് ഓരോ കുക്കിംഗ് ഒക്കെ നടക്കുക. അപ്പോൾ ഗ്യാസ് അവർക്ക് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ എൻ്റെ ഒരു സൗകര്യം കേട്ടോ നോക്കണം, അതുകൊണ്ടാണ് അടുപ്പ് കത്തിക്കാത്തത്. ഇന്ന് പലക്കാനൊക്കെ ഉമ്മയാണ് ഇറങ്ങിയത്. ഉമ്മ മെല്ലെ പണികളൊക്കെ ചെയ്തിട്ട് മെല്ലെ ഇവിടുന്ന് സ്കൂട്ടാവാനുള്ള പരിപാടിയാണ്. ഉമ്മാൻ്റെ വീട് അടച്ചിട്ടിരിക്കുകയാണെന്നുള്ളൊരു സങ്കടമാണ് കേട്ടോ ഉമ്മക്ക്.
നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല ചിലർക്ക് വീട് അടച്ചിട്ടിട്ട് കുറേ ദിവസം നിൽക്കുമ്പോൾ ഒരു വിഷമം, ആ ഒരു വിഷമത്തിലാണ് ഉമ്മ. അങ്ങനത്തെ ഷാക്കിർ വരുമ്പോൾ മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം മത്തിയും പുതിയാപ്പിളക്കോരയും നത്തളുമാണ്. ഈ പുതിയാപ്പിളക്കോരയ്ക്ക് കിളിമീൻ എന്നും പറയും കേട്ടോ അവിടെ. അപ്പോൾ ആ 3 സാധനമാണ്. നമ്മുടെ വീടിരിക്കലിൻ്റെ ഇവിടുത്തെ വിശേഷം എന്താ വെച്ചാൽ സാധനങ്ങളൊക്കെ പെറുക്കി പുറത്തേക്ക് ഇട്ടിട്ട് എല്ലാം നേരെ ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കപ്പുറത്ത് നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ കറി എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിട്ട് തക്കാളി കറിയിൽ ഫിക്സ് ആയിട്ടുണ്ട്. അർഷാക്ക് വന്നിട്ടും മീനും കറിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സമയം ഇപ്പോൾ 1 മണി ആയിട്ടുണ്ട്. അർഷാക്ക് കറക്റ്റ് 1 മണിയാകുമ്പോൾ വരും. അത്രയും പണിത്തിരക്കാണെങ്കിൽ മാത്രമേ വേഗമുള്ളൂ. നമ്മുടെ മൂത്തച്ഛൻ്റെ വീട്ടിലെ ഒരു പഴയ യൂസ് ചെയ്തിരുന്നൊരു അലമാര ഉണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ വീടിരിക്കലായതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പം അത് നേരെ എൻ്റെ വീട്ടിൽ കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വിളിച്ചിട്ട് അലമാര മെല്ലെ കയറ്റുന്ന ഒരു രംഗമാണിത്. അപ്പോൾ ഇത് അവരുടെ കല്യാണത്തിൻ്റെ ഒരു ടൈമിൽ വാങ്ങിയൊരു അലമാരയാണ്. ഒരു മരത്തിൻ്റെയാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത് കയറ്റി നേരെ എൻ്റെ വീട്ടിൽ വിട്ടിട്ടുണ്ട്. നാളെ അമ്മ പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പം അവിടെ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് തന്നെ പറഞ്ഞയച്ചത്. ഇവിടെ ഒരാൾക്ക് വയറ് വേദനിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സെറ്റിലായിട്ടുണ്ട്. ജനലും വാതിലൊക്കെ അടച്ചിട്ടാണ് റെസ്റ്റ് എടുക്കുന്നത്. കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴേക്കും ഒരു ഓൺലൈനിൽ നിന്നൊരു സാധനം വന്നു കേട്ടോ. ഞാൻ തന്നെ ഓർഡർ ചെയ്താണ്, വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടില്ലേ, ഒന്ന് ജസ്റ്റ് റിലാക്സ് ആകുമ്പോഴും ടൈമില്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി റോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ യൂണിഫോം വാങ്ങാനാണ് ഇപ്പോൾ വന്നത്. അങ്ങനെ യൂണിഫോമിൻ്റെ ക്ലോത്തൊക്കെ എടുത്തു കേട്ടോ. ബാഗി പാൻറ്റ് വേണമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് ഓനെ മടക്കി വെച്ച് നടക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇറക്കി വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങളില്ലേ ഒരു ബേക്കറി കയറി. ലൈമും പപ്സും തിന്നാനാണ് കയറിയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ചെക്കൻ്റെ സ്വഭാവം മാറി. പണ്ടെന്നോ ഞാൻ ഇസൂന് ഷവർമ്മ വാങ്ങിക്കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഓൻ അവിടെ കിടന്ന് ഷവർമ്മ വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിട്ടോ. അങ്ങനെ വലിയ പ്രശ്നമൊന്നും അല്ലെങ്കിലും എന്നാൽ പിന്നെ ഒന്ന് വാങ്ങാമെന്ന് കരുതിയിട്ട് നമ്മളൊരു ഷവർമ്മയൊക്കെ വാങ്ങി ഞാനും ഓനും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. പക്ഷെ ഓനക്ക് തീരെ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഷെയർ ചെയ്ത് ഓനക്ക് ഫുള്ള് തിന്നണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് തന്നെ കഴിച്ചുള്ളൂ, ബാക്കി മുഴുവൻ ഓനാണ് കഴിച്ചത്. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് പറയും കാക്കൂന് ഒറ്റയ്ക്ക് ഷവർമ്മ വാങ്ങിക്കൊടുത്ത് അടുത്ത പ്രാവശ്യം മുമ്പ് എനിക്കും വേണമെന്ന്. ഈ മക്കളെയും കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം തെറ്റിയിരിക്കുകയാണ് കേട്ടോ. അതെന്തിനാ അറിയോ, ലേസ് വാങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് തെറ്റിക്കണത്. അവനോട് തെറ്റിയിരിക്കട്ടെ, ഷവർമ്മ വാങ്ങിക്കൊടുത്തില്ല ഞാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഇവിടെ ഒരാൾ ഉറങ്ങി നീട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ അവന് മിഠായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മിഠായി ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 2 ലേസ് വാങ്ങിയിട്ട് ഐസൂനെ പറ്റിച്ചു. ഇനിയിപ്പോൾ ഈ ഷവർമ്മൻ്റെ വീഡിയോ കാണുമ്പോൾ പ്രശ്നമാവും കേട്ടോ. പിന്നെ നമ്മുടെ ഡിന്നറിൻ്റെ ഒരു സീനാണ്. നമ്മൾ രാവിലെ വാങ്ങിയ കപ്പ ഉണ്ടായിരുന്നല്ലോ, അത് പുഴുങ്ങാന്ന് കരുതി. പിന്നെ ചോറും ഉച്ചക്കത്തെ കറി മീനും അങ്ങനത്തെയൊക്കെ ഉണ്ട്. പിന്നെ പൂളക്കിഴങ്ങ് പുഴുങ്ങിയതും ഒരു ചമ്മന്തിയാണ് എൻ്റെ മനസ്സിൽ. ഹൈസൂന് ഞാൻ എല്ലാതും ഒന്ന് എഴുതിപ്പിക്കാറുണ്ട് കേട്ടോ. സോറി, ഹിസൂന് ഞാൻ എല്ലാതും എഴുതിപ്പിക്കാറുണ്ട്. ഒന്ന് മറക്കണ്ടെന്ന് കരുതിയിട്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായല്ലോ, അപ്പോഴേക്കും ABCD ഒക്കെ മറക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് എഴുതിപ്പിക്കാറുണ്ട്. നർഷാക്കു പണിയൊക്കെ മാറ്റി വന്നപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കിന് ഞാനൊരു ചായക്കിട്ട് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നമ്മുടെ കപ്പത നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അർഷക്ക് നന്നായിട്ട് വേവണേ. അപ്പോൾ നന്നായിട്ട് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് വെറുതെ ചമ്മന്തിയുടെ കൂടെ കഴിക്കാമെന്ന് കരുതിയത്. പിന്നെ അർഷക്ക് പറഞ്ഞു ഇങ്ങനെ കടുക് പൊട്ടിച്ചാൽ മതിയെന്ന്. അപ്പോൾ കുറച്ച് കടുകും വെളുത്തുള്ളി, ഉണക്കമുളക്, പിന്നെ നല്ല ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടോ. ഇതിൻ്റെ എല്ലാം കൂടെ ഫ്ലേവർ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച കപ്പ വിത്തൗട്ട് വാട്ടർ, ആ വെള്ളം ഇല്ലാണ്ട് വേണം നമ്മൾ ഇതിലൊഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിടുക, കൊടുക്കുക, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാവരും ചെയ്യണതാവും അല്ലേ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ ചമ്മന്തിൻ്റെ കൂടെ കറിയുടെ കൂടെയൊക്കെയാണ്. അപ്പോൾ അത് ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് അങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൂളക്കിഴങ്ങ്, ചേമ്പ്, ചേന, അങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു പാൽക്കപ്പ രൂപത്തിലാക്കാവേ. പക്ഷെ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്തത്. ഇനിയിപ്പോൾ തേങ്ങയൊക്കെ പിഴിഞ്ഞ് ഭയങ്കര ടാസ്കല്ലേ. പിന്നെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണും ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ചായ വെച്ചു കേട്ടോ. ഇനി നമുക്ക് ചായയൊക്കെ കൂട്ടിയിട്ട് ഡിന്നർ കഴിക്കാം. ഇനിയിപ്പോൾ പൂളക്കിഴങ്ങൊക്കെ കഴിച്ചിട്ട് ഗ്യാസ് കയറുമെന്ന് അറിയില്ല. അതിനാണ് ഞാൻ കുറച്ച് തോനെ വെളുത്തുള്ളിയൊക്കെ ഇട്ടെടുത്തത് അതിൽ. അങ്ങനെ എല്ലാം സെറ്റായി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടാണ് കേട്ടോ ഡിന്നർ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു.